11ാം വർഷവും മുടക്കമില്ലാതെ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്ക് വസ്ത്രവും ധനസഹായവും ഓണസദ്യയും നൽകി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള തിരുവോണനാളിലെ സ്നേഹസ്പർശം. ഉമ്മൻചാണ്ടി തുടക്കമിട്ട പദ്ധതി അദ്ദേഹത്തിന്റെ കാലശേഷവും പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് അർഹരായവരുടെ കൈകളിലെത്തിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനും ഈ ദിവസം പ്രധാനമാണ്. തളർന്നു പോകുന്നവരെ ചേർത്ത് പിടിച്ച് അവർക്കൊപ്പം ഓണമുണ്ണുന്നത് ശീലമാക്കിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തലസ്ഥാനത്തെ പുതുപ്പള്ളി ഹൗസ് വീണ്ടും ഒരു ചേർത്തണക്കലിനാണ് സാക്ഷിയായത്. പ്രയാസപ്പെടുന്നവർക്ക് പ്രയാസം തോന്നാതെ കയറി ചെല്ലാവുന്ന ഒരു ഇടം. ആ വീട്ടുമുറ്റത്തെ പതിവിന് ഇന്ന് 11 ആണ്ടത്തെ പഴക്കമുണ്ട്. അതെ 11 വർഷമായി അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയ സമയത്ത് തുടങ്ങിയ ഒരു പതിവാണ്. അത് ഈ പ്രാവശ്യവും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും ഈ അവസരത്തിൽ മലയാളി സമൂഹത്തിന് മുഴുവൻ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നേരുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഐക്യത്തിൻ്റെ ഒരുമയുടെ വലിയ പ്രതീകമാണ് ഓരോ മലയാളിയുടെ ഉത്സവം. അത് ഒരു സംശയവും വേണ്ട. അത് ഇങ്ങനൊരു ഉത്സവം ലോകത്തില്ലതാനും ഒരിക്കലും കേരളത്തിൽ ഒഴിച്ച് മറ്റൊരു സ്ഥലത്ത് കാണാനും സാധ്യത കുറവാണ്. നമ്മളെല്ലാവരും ഒരു വ്യത്യാസവുമില്ലാതെ ഒരു ഉത്സവം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഒരുമയുടെ നമ്മളെല്ലാം ഒന്നാണെന്നുള്ള വലിയ ചിന്ത അത് മാവേലിയെ ഓർത്തുകൊണ്ടാണെങ്കിലും നമ്മുടെ നാട്ടിൽ അത് തുടർന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഓരോരുത്തരും അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ പരിപാടി നടത്തിയത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും നടത്തുന്ന ശ്രീ ലത്തീഫാണ്. അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് നടത്തുന്നത്. കാരണം അദ്ദേഹം അപ്പയോടുള്ള സ്നേഹത്തിൽ, കാരണം അദ്ദേഹം ഒന്ന് പറഞ്ഞു ഈ ദിവസം നടത്തണം എന്ന് പറഞ്ഞ ഒരു നിർബന്ധപ്രകാരമാണ് ഇന്നും അദ്ദേഹം നടത്തുന്നത്. കഴിഞ്ഞ 11 വർഷമായി അത് ഏത് സാഹചര്യത്തിലും അത് ഇവിടെ നടത്തും. അദ്ദേഹത്തിന് വയ്യാത്തപ്പോൾ പോലും ഇത് ഇവിടെ നടന്നിട്ടുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും ഓണം ഇവരുമായിട്ട് ഉണ്ണുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഭാഗ്യമായിട്ട് കോവിഡ് പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ആയിരുന്ന ഒരു സമയത്ത് മാത്രമാണ് ഇവിടെ അദ്ദേഹം ഇല്ലാതെ ഇവർ നടത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാ പ്രാവശ്യവും നടത്തുന്ന ഒരു പരിപാടിയാണ്. ഓണത്തിൻ്റെ ആശംസകൾ എല്ലാ മലയാളികൾക്കും നേരുന്നു. ഓണാശംസകൾ. തീർച്ചയായിട്ടും അത് ഒരു സംശയവുമില്ല. ഈ ഓണത്തിന് മികച്ച പ്രവർത്തനമാണ് സർക്കാർ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രിയപ്പെട്ട അനുജയ്ക്ക് നേതൃത്വം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സമൃദ്ധമായ ഓണം ആഘോഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. വില പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ സപ്ലൈകോ വിജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓണക്കിറ്റുകൾ പരമാവധി എത്തിക്കുക. ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് വെള്ളപ്പൊക്കം മൂലം ദുരിതം ഉണ്ടായ സ്ഥലത്ത്, അതുപോലെ തന്നെ കോടഞ്ചേരിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഞാൻ കാണുന്ന വലിയ രീതിയിലുള്ള കിറ്റ് അത് ഗവൺമെൻറ് ഇടപെടൽ മൂലം പല സന്നദ്ധ സംഘടനകൾ കൂടി കൊടുക്കുന്നുണ്ട്. ഒന്ന് സർക്കാരിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ പിന്തുണയോടുകൂടി ഓണക്കിറ്റുകൾ കൊടുക്കുന്നതുകൊണ്ട് ദുരന്ത മേഖലയിൽ പോലും വ്യത്യസ്തമായി ഒരു അനുഭവമുണ്ട് എന്നുള്ളത് സർക്കാരിനോട് നന്ദിപൂർവ്വം, മുഖ്യമന്ത്രിയോട് നന്ദിപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഓണമെന്ന പ്രതീക്ഷയുടെ വഴികൾ ഉറപ്പിക്കുന്ന ആഘോഷത്തിൽ തിരുവോണനാളിലെ കാഴ്ച ഈ മട്ടിലും കരുതലൊരുക്കും. മന്ത്രി ടി സിദ്ദിഖും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം അബുദാബി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സഹായം കൈമാറിയത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.